നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തിയായി പെയ്തിറങ്ങാനുള്ള സാധ്യത, അതും ഇടിമിന്നലോടുകൂടിയ മഴ. മാർച്ച് 16-നും 17-നുമാണ് മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത്. മാർച്ച് 15-ാം തീയതി ശനിയാഴ്ചയും ഇവിടങ്ങളിൽ ചെറിയ തോതിലെങ്കിലും മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. എന്നാൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഴ ഉണ്ടാകാനുള്ള സാധ്യതയില്ലെന്നും ഇതോടൊപ്പം തന്നെ പറയുന്നുണ്ട്. മഴ പെയ്യാൻ സാധ്യത പ്രവചിക്കുന്നുവെങ്കിൽ പോലും കനത്ത വെയിലും ഇതോടൊപ്പം തന്നെ അഭിമുഖീകരിക്കേണ്ടി വരും. 16-ാം തീയതിയും 17-ാം തീയതിയും ഇടിമിന്നലോടുകൂടിയ മഴയാണ് ഉണ്ടാവുക എന്നുള്ളതുകൊണ്ട് പ്രത്യേകമായ ശ്രദ്ധ ജനങ്ങൾ പുലർത്തണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾ സൂക്ഷിക്കണമെന്നും മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല എന്നതുള്ളതുകൊണ്ട് വീട്ടുകാർ കൂടുതൽ ശ്രദ്ധ പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു വീട്ടമ്മ ഇടിമിന്നലേറ്റ് മരണപ്പെട്ട സാഹചര്യം കൂടി എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. ഇടിമിന്നലുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇടിമിന്നൽ അപകടകാരികളാണ്. അപ്പോൾ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കും. ആയതിനാൽ മുൻകരുതൽ നടപടികൾ പൊതുജനങ്ങൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമല്ല, അതുകൊണ്ട് ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും ഒരിക്കലും വിട്ടു നിൽക്കരുത്. ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിലും ജനലിലും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുക. പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാനും ശ്രമിക്കുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഒരു കാരണവശാലും നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്നുള്ളത് ഓർക്കുക. എന്നാൽ സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിൽ തന്നെ അഭയം പ്രാപിക്കുക. മഴക്കാറ് കാണുമ്പോൾ തന്നെ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ കെട്ടിവെക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി ഒരുപക്ഷേ സഞ്ചരിച്ചേക്കാം. ഇടിമിന്നലുണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ അവസാനിപ്പിച്ച് വളരെ വേഗത്തിൽ അടുത്തുള്ള കരയിലേക്ക് എത്തുക. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിൻ്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതിനും വലയെറിയുന്നതിനും ഇടിമിന്നലുള്ള സമയത്ത് അവസാനിപ്പിക്കണം. പട്ടം പറത്തുന്നത് പ്രത്യേകമായി ഒഴിവാക്കുക. അതേസമയം സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പും സമാന്തരമായി തന്നെ തുടരുന്നുണ്ട്. എല്ലാ ജില്ലകളിലും സാധാരണ കിട്ടുന്നതിനേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. പ്രത്യേകമായി പറയുകയാണെങ്കിൽ തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം. മലപ്പുറം, എറണാകുളം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാം. വയനാട്, കൊല്ലം ജില്ലകളിൽ 34 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരത്ത് 33 ഡിഗ്രി സെൽഷ്യസ് വരെയും, ഇടുക്കിയിൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ്. സൂര്യാഘാത, സൂര്യതപ സാധ്യത കണക്കിലെടുത്ത് പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് കൃത്യമായി തന്നെ പാലിക്കണം. ഒരു കാരണവശാലും അതിൽ നിന്നും വിട്ടു നിൽക്കാൻ പാടുള്ളതല്ല. മൃഗങ്ങളെ വായുസഞ്ചാരവും തണലിൽ ലഭിക്കുന്ന ഇടങ്ങളിലേക്കായിരിക്കണം ഈ സാഹചര്യങ്ങളിൽ കനത്ത വെയിലേൽക്കുന്ന ഘട്ടത്തിൽ ചെയ്യേണ്ട നടപടി. നിലത്ത് വെള്ളം നനച്ച് ഉരുക്കുകളെ നിർത്തുന്നത് നല്ലതായിരിക്കും. ആസ്ബറ്റോസ് ഷീറ്റുള്ള മേൽക്കൂരകളുള്ള തൊഴുത്തുകൾ ചൂടുകാലത്ത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. മേൽക്കൂരയ്ക്ക് മുകളിൽ വൈക്കോലിട്ട് ഇടയ്ക്കിടെ നനച്ചു കൊടുക്കുന്നതും മേൽക്കൂരയ്ക്ക് താഴെ ഓല കൊണ്ടുള്ള ഇടമേൽക്കൂര ഉണ്ടാക്കുന്നതും ഏറെ നല്ലതാണ്. തൊഴുത്തിൽ ഫാൻ അടക്കമുള്ള വസ്തുക്കൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും വളരെ നല്ലത്. ചൂട് കുറയ്ക്കാനായി ഇത് സഹായിക്കും. ഉരുക്കളുടെ ദേഹം നനയ്ക്കാൻ സ്പ്രിംഗ്ലർ ഉപയോഗിക്കാം. പശുക്കളെ ദിവസവും 2 നേരം തന്നെ കുളിപ്പിക്കാം. കുടിക്കാനായി തണുത്ത വെള്ളം നൽകാം. കുടിവെള്ളത്തിൽ 1% തോതിൽ സോഡിയം ബൈകാർബണേറ്റ് ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും. പകൽ സമയത്തും പോഷക സമ്പുഷ്ടമായ സാന്ദ്രീകൃത തീറ്റയും അതിരാവിലെയും രാത്രിയും പച്ചപ്പുല്ലുമൊക്കെ മൃഗങ്ങൾക്ക് നൽകുന്നത് നല്ലതായിരിക്കും.
ഇറച്ചിക്കോഴി ഫാമിൽ കോഴികൾക്ക് കൂടുതൽ സ്ഥല സൗകര്യം ഒരുക്കണം. നൽകുന്ന വൈറ്റമിൻ മിശ്രിതത്തിൻ്റെ അളവും അതോടൊപ്പം തന്നെ വർദ്ധിപ്പിക്കണം. ഇനി ജനങ്ങൾക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും വെല്ലുവിളിയാകുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് ഈ ചൂട് സമയത്തുണ്ടാകുന്ന മറ്റ് വിപത്തുകൾ. മരണം വരെ ഇടയാക്കുന്ന സൂര്യതപവും സൂര്യാഘാതവും ഒക്കെ വില്ലനാണ്. തെളിഞ്ഞ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ അൾട്രാ വയലറ്റ്, അതായത് UV രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കാനിടയാക്കും. സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് എല്ലാ ജില്ലകളിലും UV മീറ്റർ സ്ഥാപിച്ചുകൊണ്ട് റീഡിംഗ് രേഖപ്പെടുത്തിയെടുത്തപ്പോൾ മനസ്സിലാക്കിയത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ്. തികച്ചും അപകടകരമായ രീതിയിൽ തന്നെ UV രശ്മികൾ പതിക്കുന്നത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ ചെങ്ങന്നൂരാണ് UV മീറ്റർ സ്ഥാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ 8 മുതൽ 9 UV ഇൻഡെക്സ് ആണ് രേഖപ്പെടുത്തിയത്. UV ഇൻഡെക്സ് 5-ന് മുകളിൽ പോയാൽ തന്നെ അപകടമാണ്. അപ്പോഴാണ് 9 വരെ ഇരട്ടിയോടടുത്ത് UV ഇൻഡെക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നതനുസരിച്ച് ഏറ്റവും അപകടകരമായ രീതിയിലൂടെയാണ് ഇപ്പോഴത്തെ താപനില മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പലവിധ രോഗങ്ങളും പിടിപെടാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. UV സ്ഥിരമായി ശരീരത്തിൽ പതിച്ചാൽ ത്വക്ക് രോഗങ്ങൾ, സൂര്യതപം, അകാല വാർദ്ധക്യം തുടങ്ങിയവയൊക്കെ തന്നെ വന്നു പിടിക്കാം. കണ്ണുകളിൽ തിമിരം ബാധിക്കുന്നതിനും UV ഇടയാക്കുമെന്നാണ് ശാസ്ത്ര ഗവേഷകർ പറയുന്നത്. സാധാരണ വെയിലേൽക്കുന്നതിനേക്കാൾ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ UV രശ്മികൾ ഏൽക്കുന്നതിലൂടെ ഉണ്ടാകാം. അതുകൊണ്ട് ഒരു കാരണവശാലും രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 3 മണിക്കും ഇടയിൽ തുടർച്ചയായി വെയിലേൽക്കേണ്ട സാഹചര്യത്തെ പൂർണ്ണമായും ഒഴിവാക്കുക. ഇനി ഒരു പക്ഷേ വെയിലത്ത് ഇറങ്ങേണ്ടി വന്നാൽ കുട ഉപയോഗിക്കുന്നത് ഏറെ നന്നായിരിക്കുമെന്നാണ് ആരോഗ്യ പ്രവർത്തകർ അടക്കം പറയുന്നത്. ഒരു കാരണവശാലും അക്കാര്യത്തിൽ ഒരു വിമുഖതയും കാണിക്കരുത്. ദാഹമില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കുന്നത് തുറന്നുകൊണ്ടേയിരിക്കുക. ദുരന്ത നിവാരണ വകുപ്പും ആരോഗ്യവകുപ്പും പുറത്തിറക്കിയ വ്യക്തമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു കാരണവശാലും പൊതുജനങ്ങൾ ഇതിൽ നിന്നും വിട്ടുനിൽക്കരുത് എന്നുള്ള അഭ്യർത്ഥനയും ഇതോടൊപ്പം തന്നെ നൽകുകയാണ്. ജനങ്ങളുടെ ജീവനും അതുപോലെ തന്നെ മൃഗങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പുകളാണ്. ഒരു തരത്തിലും അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാൻ പാടുള്ളതല്ല എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് ഒടുവിലായി പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.